10,353. പ്രിയങ്ക 2 ലക്ഷം കടന്നിരിക്കുന്നു. എവിടെയാണ് ഈ ആഘോഷത്തിന്റെ ശബ്ദം? ഇപ്പോൾ വരുന്ന ചേലക്കരയിൽ പാറുന്ന കൊടി നോക്കൂ. ചെങ്കൊടി പാറുകയാണ് ചേലക്കരയിൽ. ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്ക് പറയേണ്ടതുണ്ട്. സരിൻ ലീഡ് നേടിയ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളമുണ്ട്. അവിടെ മുനമ്പം വിഷയമാക്കി വോട്ട് തേടാനുള്ള ശ്രമം ഫലിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3000 ക്രിസ്ത്യൻ വോട്ടുകൾ പാലക്കാട് BJPയുടെ സ്ട്രാറ്റജി നന്നായി പൊളിഞ്ഞു എന്നുള്ളത് തെളിവാണ്. ക്രിസ്ത്യൻ ബെൽറ്റും പോയി. മുനിസിപ്പാലിറ്റി 7ാം റൗണ്ടിൽ ഒരു കാര്യം പറയട്ടെ. സരിൻ കേന്ദ്രീകരിച്ച ഈ മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലാണ് രാവിലെ സരിൻ പോയത്. ആ വീട് അവിടെയാണ്. ആ ഏരിയയിൽ സരിന്റെ വീടിരിക്കുന്ന വീട് വിവാദമാക്കിയവർക്ക് പൊളിഞ്ഞു. സരിൻ അവിടെ ലീഡ് എടുത്തിട്ടുണ്ട്. 2,10,353 അല്ലേ? പ്രിയങ്ക കൂട്ടുന്നു 2,10,353. 2 ലക്ഷം ഏകദേശം പാതി എണ്ണീട്ടുള്ളൂ. അങ്ങനെ വന്നാൽ 4 ലക്ഷത്തിന് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ പറയാൻ കഴിയില്ല, 5 വരെ പോയേക്കാം. കാരണം വെച്ചാൽ നവ്യ ഹരിദാസും അതുപോലെ തന്നെ സത്യൻ മൊകേരിയും നമ്മൾ പ്രതീക്ഷിച്ച വോട്ടുകൾ പിടിക്കും. സത്യൻ മൊകേരി തീരെ പിടിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല ഒരു കാര്യം ഉറപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ BJPയുടെ വോട്ട് അവിടെ പോൾ ചെയ്തിട്ടില്ല, സത്യൻ മൊകേരിയുടെ വോട്ട് പോൾ ചെയ്തിട്ടില്ല. പോൾ ചെയ്തതെല്ലാം ലീഗിന്റെയും കോൺഗ്രസിന്റെയും വോട്ടാണ്. പക്ഷെ അപ്പോഴും ബത്തേരിയിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളിംഗ് പെർസെന്റേജ് കുറയാൻ കാരണം CPIയുടെയോ അല്ലെങ്കിൽ BJPയുടെ വോട്ട് പോൾ ചെയ്യപ്പെടാത്തില്ല എന്നുള്ളതാണ്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, UR പ്രദീപിന് 35,000 CPIഎമ്മിന്റെ ആഹ്ലാദ പ്രകടനം അത് കൊടുക്കേണ്ടതാണ്. ചേലക്കര ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് എടുത്തു കൊടുക്കാം. ചേലക്കരയിലെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാവുന്നതാണ്. ചെങ്കൊടി എന്തി ചേലക്കരയിൽ ചേലുള്ള പ്രകടനം ചേലക്കരയിലെ LDF ക്യാമ്പിന്റെ ആഘോഷം. ആഘോഷം ഒന്ന് കാണുക. അത് കഴിഞ്ഞാൽ കാണേണ്ടവർ കാണൂ. ചേലക്കരയിൽ ഇഞ്ചോടിഞ്ചല്ല വ്യക്തമായ ആധിപത്യം. പാലക്കാട് 1384 ലീഡ്. 1384. രാഹുലല്ലേ? 1384